ഗായ്സ് നമ്മളിപ്പോ കൈ വെച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? ഈ ബനാന ട്രീ ആണ്. ഇവിടെ കുറെ പഴങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ്. കണ്ടാ? പിന്നെ ഇവിടെ കുറെ വാഴ ഉണ്ട്. ബനാന ട്രീസ് ഒക്കെ ഉണ്ട് ഇവിടെ. കണ്ടെല്ലാരും? അപ്പല്ലേ നമുക്കിനി അടുത്ത എല്ലാരും ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും പിന്നെ കമന്റില് ചെയ്യാം. ഓക്കെ? ഇപ്പച്ചി പ്ലാന്റിങ് ചെയ്തത്. അപ്പൊ ഇവിടെ വാഴത്തല്ല പഴം ഉണ്ടാവാനായിക്കണേ. നമ്മളെ മിട്ടു നടക്കണേ കണ്ടാ? നമ്മളെ മിട്ടു നടക്കണണ്ടാ? മിട്ടു വിളിച്ചപ്പോ വെച്ചിന്റെ വേറൊരു വാഴക്കൃഷിന്റെ കാണിച്ചത്. കമ്മോൺ, നമ്മളെ സ്റ്റെപ്പിന്റെ അവിടെ ഉള്ളതാണ്. ഇതിപ്പോ കുറച്ച് വലുതായി നിക്കണ്ട് ഗായ്സ്. കണ്ടാ? ഇത് വലുതായി നിക്കണ്. പക്ഷെ ചെയ്തതൊക്കെ ഞങ്ങളൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പൊ അത് വലുതായിപ്പോ ഇതൊക്കെ ചെയ്തതൊക്കെ ചെയ്യും. എന്താ രസം എന്നറിയോ? കണ്ട അവിടെ ചെടികളൊക്കെ നിക്കണണ്ടാ? ഇത് കൊറേ വെച്ച് ചെയ്ത ഫ്ലവേഴ്സ്, പിന്നെ കൊറേ പ്ലാന്റ്സ് ഒക്കെ നിക്കണ്ട. പിന്നെ ചില്ലിന്റെ പ്ലാന്റ്, ചില്ലി പ്ലാന്റ് എല്ലാ ചില്ലിയും അവിടെ നിൽക്കുന്നുണ്ട്. പംകിന് ആർക്കാ ഇഷ്ടം അവര് കമന്റ് ചെയ്യുക. മേലൊക്കെ പംകിൻ ഉണ്ടാവും അവിടെ. നോക്കൂ, ഉണ്ടാവും ഇല്ലേ? ഓക്കെ, നമ്മൾ ഉണ്ടാവുമ്പോ ഞങ്ങൾക്ക് ഞാൻ കാണിച്ചുണ്ട്. ഓക്കെ, നമുക്കിനി എല്ലാരും കമോൺ, നമുക്കിനി അടിച്ച നോക്കട്ടെ. ഇതാ നമ്മളെ പുല്ല് കണ്ടില്ലേ? ഗ്യാസ്, ഇത് ഗ്യാസാണ്. ഈ ഫ്ലവറുകളൊക്കെ ഞാൻ നിൽക്കാൻ പോകുന്നു. വലുതാവാറായിക്കണം ഫ്ലവേഴ്സ്. എല്ലാരും ഞാൻ പറിച്ചെടുക്കല ഫ്ലവേഴ്സ്. ഇത് കണ്ടാ? കൊറേ വിരിഞ്ഞിക്കണ്. ഇതുണ്ട്. ഇതെന്ത് പൂവാ നിങ്ങൾക്ക് അറിയാമോ? ഇതൊരു പർപ്പിൾ കളറുള്ള പൂവാണ്. കണ്ടാ? സ്മോള്. ഇനി ഞങ്ങള് അവിടെ ഒരു വാഴക്കൃഷി കാണിച്ചതാ. കമോൺ, അവിടെ സ്മോള് ഷോർട്ടാണിത്. ഷോർട്ട് വാഴക്കൃഷി. ഇതൊക്കെ പറ്റി ചെയ്ത് വെച്ചാണ്. അപ്പല്ല ഇതിന്റെ വലുതായാല് ഇതിമ്മ ബനാന ഉണ്ടാവും. നമ്മളിനി എല്ലാവർക്കും ഇല്ല എന്താണ് ഇഷ്ടം അവരെന്റെ കൂടെ കമന്റ് ചെയ്യുക. അല്ല കമോൺ, ഞാൻ ചുറ്റുള്ളൊക്കെ കാണിച്ചതാ. കണ്ടീല്ലേ? ഇവിടെ ഒന്നും ചിക്കി പഠിച്ചിരിക്കുന്നു. നമ്മളെ വാഴ. നമ്മളിപ്പോ എത്രാമത്തെ കാണുന്നത്? 4-മത്തെ 5-മത്തെ? നമ്മളല്ല കുറച്ച് ടോളുള്ളൊരു ബനാന ട്രീ. ഇതാ കോഴികളൊക്കെ നിക്കണണ്ടില്ലേ? പൂവൻകോഴി ഇതൊക്കെ നിക്കണുണ്ട്. മുട്ടട്ടുന്നു കോഴി മുട്ടട്ടുന്നു. മുട്ടട്ടുന്നേ. കമോൺ, നമുക്കിനി അടുത്ത വ്ളോഗില് എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കില് നിന്റെ അടുത്ത് വന്ന് ഇതൊക്കെ ഒന്ന് കാണാം. ഇത് നല്ല രസമുണ്ട്. ഇവിടെ കണ്ടില്ലേ? ഓർക്കാപ്പുളിന്റെ ഒരു മരം ഉണ്ട് ഇവിടെ. ഇന്ന് ഓർക്കാപ്പുളി ഉണ്ട്. കണ്ടാ? ഇവിടെ ഫ്ലവറൊക്കെ കണ്ടില്ല വന്നിക്കണേ? ഇവിടെ ഫ്ലവറൊക്കെ വന്നു. ഓർക്കാപ്പുളി പക്ഷെ ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ ഓർക്കാപ്പുളി ഇല്ലാത്ത. കമോൺ, നമുക്ക് ഈ ഫ്ലവറിനെ കുറിച്ച് പറയാം.
നമ്മളെ ഫ്ലവർ കണ്ടാ എന്ത് രസാണ്. ഫ്ലവേഴ്സ് ആ ഇത് വൈറ്റ് കളറുള്ള ഫ്ലവർ. ഞാനൊന്ന് സംസാരിക്കാം. ഓക്കെ ഒരു വാഴ, ഈ വാഴ ആറ്റുനേന്ത്രയാണ്. ഏകദേശം ഒരു വർഷമായി വെച്ചിട്ട്. പക്ഷേ നമുക്ക് ഇതിനെ കുറിച്ച് വല്ലാതെ അറിയാത്തത് കൊണ്ട് ഇതിന്റെ പരിചരണമൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ട്. ഇപ്പൊ നല്ല പരിചരണം, മഴ ആയതുകൊണ്ട് വെള്ളമൊക്കെ കിട്ടിയതുകൊണ്ട് ആൾക്കാരായി ഉണ്ടായിട്ടുണ്ട്. നല്ല പരിചരണമാണ്. തടിയാണ്. നല്ല ഒരു വാഴയാണ്. 15 അടിയോളം ഉയരം പോകുന്നാണ് പറഞ്ഞേക്കണേ. ഏതായാലും ഇതിന് കുറച്ച് മൂലകങ്ങളുടെ കുറവൊക്കെ കണ്ടിരുന്നു. പക്ഷെ അതിന്റെ മുകളിലത്തെ ഇലയില് നന്നായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വിലട്ട് ഇത് കൊടുത്തത് ഇപ്പൊ വീഡിയോയിൽ കാണിച്ചു തരാൻ പറ്റൂല. അവിടെ ഒരു ഇല ഉണ്ട്, നന്നായി വന്നിട്ടുണ്ട്. ഇത് ഈ വായന്റെ ഇത് പൊട്ടുന്നുണ്ടല്ലോ, അത് കാൽസ്യത്തിന്റെയും ബോറോണിന്റെ കുറവാണ്. പിന്നെ സൾഫറിന്റെ കുറവുകളുണ്ടായിരുന്നു. അതൊക്കെ മികത്തി ഭയങ്കര പാടാ. നമ്മളിവിടെ ഇത് പ്രത്യേകിച്ച് പരിചരണമൊന്നും വേണം, അതങ്ങനെ ഉണ്ടായിക്കോളും. ഇത് വേറൊരു ഇതാണ്, ഒരു നീളത്തിൽ പോകുന്ന പേരുണ്ട്, നാലിപ്പൂഴുണ്ട്. നാലിപ്പൂഴൊക്കെ കണ്ണ് പറിച്ചിട്ടുള്ളതാണ്. അതൊന്ന് ഒതുങ്ങട്ടേച്ചിട്ട് കാത്തിരിക്കുക കണ്ണ് പറിച്ചിക്കാൻ. കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെ കുറിച്ച് വിശദമായിട്ട് വളടലും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കുറേ പഠിച്ച് അനുഭവിച്ച് പഠിച്ചതാണ്. ഇനി വേറൊരു വാഴ കാണിച്ചത് ഞാൻ, എൻ്റെ ഒരു പരീക്ഷണം. ഇതാണ് എൻ്റെ വാഴ പരീക്ഷണം. ഇത് എന്താ പരീക്ഷിച്ചെന്ന് പറഞ്ഞതൊരു നേന്ത്രയാണ്. ഇത് 3 മാസം പ്രായമുള്ള വാഴ. നല്ല ഇതിൽ വരുന്നുണ്ട്, ഇലകളൊക്കെ ഉണ്ടില്ലേ. സിഗട്ടൊക്കെ രോഗം ഉണ്ട്, ഇലപ്പുള്ളി രോഗം. പരീക്ഷണം എന്താ വെച്ചാല് വേറൊന്നുമല്ല, 2 അടി വീതി 2 അടി ആഴം 2.5 അടി ആയം 2 അടി വീതി സമചതുരത്തില് കല്ല് വെച്ചിട്ടാ, കോൺക്രീറ്റ് അവിടെ കണ്ട. അപ്പൊ എനിക്കൊരു തോന്നല്, അപ്പൊ ഒരു വാഴക്കന്ന് ഇങ്ങനെ വന്നപ്പോഴേ അവിടെ വെച്ചതാ. പക്ഷെ ഇതുവരെ കുഴപ്പമില്ല, വാഴക്ക് ഉഷാറാണ്. സിഗട്ടൊക്കെ ഇലപ്പുള്ളി രോഗം ഉണ്ട്, അതിന് മരുന്ന് അടിക്കണം, അല്ലാത്ത പ്രശ്നമൊന്നുമില്ല. ഇതിന്റെ ഇനി കൊല വരുമോ, അത് പിടിച്ച് കെട്ടേണ്ടി വരുമോ? ഏതായാലും കെട്ടണമെങ്കിൽ അത് തൂണിന് പിടിച്ച് കെട്ടാം, മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. വാഴ മുന്നിൽ ഇങ്ങനെ കാണുന്നതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വാഴ പറ്റുന്ന രീതിയിലൊക്കെ കൃഷി ചെയ്യും. എന്താ നല്ല രസത്തില് നല്ല രസത്തില് ഇവിടെ ഇങ്ങനെ മുന്നാറ്റ് ഇങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു കളിയും കൂടെ നോക്കി നല്ല രസം ഉണ്ടാവില്ലേ? അങ്ങനെ ഒരു പരീക്ഷണ അവസരത്തിൽ വെച്ചാ ചിലപ്പം കിട്ടും, ചിലപ്പം പോവും. കൃത്യമായ വളം ശ്രദ്ധിക്കുന്നുണ്ട്. വാഴന്റെ പരിപാലനമൊക്കെ ഇങ്ങനെ ഓരോ കൃഷി ഓഫീസർമാരായിട്ടൊക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി. ഓരോ പ്രശ്നങ്ങളും ഓരോ തെറ്റുകൾ വരുമ്പോൾ ഓരോ പുതിയ പാഠങ്ങളാണ് പഠിക്കുന്നത്. ഓരോ തെറ്റുകളും നമുക്ക് പുതിയ അനുഭവങ്ങളാണ്, ഓരോ പാഠങ്ങളാണ്. ഓരോ മിസ്റ്റേക്കും നമുക്കൊരു അധ്യാപകനാന്ന് പറഞ്ഞാൽ ഉഷാറ് ഓലകൾ വന്നിട്ടുണ്ട്. പിന്നെ വായന്റെ പ്രത്യേകത ഞാൻ അറിഞ്ഞുകൊടുത്തോളം, വായന്റെ എന്ത് മൂലകങ്ങളുടെ പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് വായയുടെ തണ്ടില് നോക്കി ഇലയില് നോക്കിയാൽ അറിയാം. എത്രയാണ് വീഡിയോസ്. ഇത് 3 മാസമായ വാഴയാണ്. എൻ്റെ 3 മാസത്തിന്റെ വളർച്ചയില്ലേ, നല്ല വളർച്ച ഉണ്ട്, അത്യാവശ്യം വളർച്ച. എന്നെക്കാട്ടി വലിപ്പം വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 5-10 അടിയോളം എത്തിയിട്ടുണ്ട്. 3 4 ആയിട്ടുണ്ടാവുമായിരിക്കും. ഏതായാലും എന്തെങ്കിലൊക്കെ ഇതിന് കൂടുതൽ വിവരങ്ങളും വാഴ കൃഷി വളരലും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴേ ഞാൻ ഇത് ഇലപ്പുള്ളി രോഗം, അത് ഫംഗിസൈഡ് അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് ഇവിടെ സാഫ് ഉണ്ട്, അത് അടിച്ചാൽ മതിയോ എന്നുള്ള ഡൗട്ടിൽ നിൽക്കുക. സാഫ് അടിച്ചിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കണം.
ഒക്കെ ഓരോ പരീക്ഷണങ്ങളാണ്. പൈസ കൊടുത്തിട്ട് വലിയത് വാങ്ങണത്, ഓരോന്നിനും ഓരോ ഇത് വാങ്ങുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെലവുള്ള കാര്യമാണ്. നമ്മൾ ഈ 10-12 വാഴ വെക്കുമ്പോൾ സാഫൊന്ന് അടിച്ചു വെക്കണം. അല്ലെങ്കിൽ പിന്നെ പറഞ്ഞത് എന്താണ്, ബോഡോ മിശ്രിതം തയ്യാറാക്കി അടിക്കാൻ അങ്ങനത്തെ ഒക്കെ പറഞ്ഞു. അതായത് സാഫൊന്ന് അടിച്ചു വെക്കാം. സാഫ് നമ്മളായിട്ട് വേറൊരു ചെടികൾക്ക് കൊടുന്ന ഇവിടെ ഇപ്പുണ്ട്. എനിവേ, താങ്ക് യു വെരി മച്ച്.